ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായല്ലേ കണ്ടിട്ട്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് യാത്രകളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. താരൂട്ടി വന്നതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ അതിനു മുമ്പ് പോയതുപോലെയുള്ളൊരു കാഷ്വൽ ട്രിപ്പുകളും അല്ലെങ്കിൽ സഡൻ പ്ലാനിങ് ഇല്ലാതെയുള്ള യാത്രകളും ഒന്നും അങ്ങനെ അധികം നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവളെയും കൂടെ കൂട്ടിയിട്ടുള്ള കാര്യമാകുമ്പോഴത്തേക്കും കുറച്ച് നോക്കിയും കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളികളുടെ മാത്രമല്ല, ഇന്ത്യക്കാരുടെ കേരളത്തിലെ യാത്രാ തലസ്ഥാനമായിട്ടുള്ള മൂന്നാറിലാണ് വന്നിരിക്കുന്നത്. മൂന്നാറിൽ നമ്മൾ എവിടെയാ വന്നേക്കുന്നേ? മൂന്നാറിൽ നമ്മൾ എലിക്സർ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഞങ്ങൾ മൂന്നാർ ആദ്യം പോകണോ എന്ന് ഒന്ന് സംശയിച്ച സ്ഥലമാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഭയങ്കര ക്രൗഡാണ്. ഇത്രയും ക്രൗഡിനകത്തേക്ക് നമുക്ക് ചെന്ന് ഇറങ്ങാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് കുഞ്ഞിനെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ക്രൗഡ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് ഈ ഒരു റിസോർട്ട് കണ്ടത്. ഇത് ആക്ച്വലി ഭയങ്കര ഒരു സെക്ലൂർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. മൂന്നാർ ടൗണിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു 12 കിലോമീറ്ററോളം മാറിയാണ് ഇരിക്കുന്നത്. ഭയങ്കര കാമായിട്ടുള്ള ഏരിയ ആണ്. അതെ, ഭൂമിയുടെ അറ്റം എന്നൊക്കെ പറയുന്ന പോലെ. ഏതായാലും നമുക്ക് നല്ലൊരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അങ്ങോട്ട് ഫുള്ള് കാടാണ്. നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പൂളുണ്ട്. ഫുള്ള് കാടാണ്. നല്ല വ്യൂ ആണ്. പിന്നെ എന്താ പറയുക, നല്ല തണുപ്പുണ്ട്. ഉച്ചയാണെങ്കിലും നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഇന്ന് ഇവിടെ വന്നതിൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ലൈഫ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായി. ഇത് നമ്മുടെ 5th വെഡിങ് ആനിവേഴ്സറി ആണ്. 5 വർഷം. വി സർവൈവ്ഡ് 5 years ടുഗെദർ. അപ്പോൾ താരൂട്ടി ഉണ്ട് നമ്മുടെ കൂടെ. നമ്മൾ അധികം പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മളിവിടെ ഒന്ന് റിസോർട്ടിൽ വന്ന് ഒന്ന് എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വലിയ പ്ലാനിങ്ങുകളൊന്നും നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ മേ ബി നാളെ ചിലപ്പോൾ ഒരു വട്ടവട ട്രിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി തീരുമാനിച്ചിട്ടൊന്നുമില്ല. നാളത്തെ അവസ്ഥ പോലെ. റൂമൊക്കെ എന്തായാലും നല്ല അടിപൊളി റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ജാക്കുസി ഉണ്ട്. നമ്മൾ ജാക്കുസി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ജാക്കുസി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അതിനെപ്പറ്റിയും പറയാം. അങ്ങനെ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കാണാം. തരുട്ടി ടാറ്റ പറഞ്ഞേ. ടാറ്റാ. എവിടെ ബേബി? അവൾ യാത്രയൊക്കെ ചെയ്തിട്ട് കുറച്ച് ടയർഡാണ്. അപ്പോൾ കാണാം. Hello. Welcome to our room. Hi. Baby. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ അല്ലേ? എങ്ങനെയുണ്ട്? കയറി വരുമ്പോൾ ഉള്ള ലിവിംഗ് സ്പേസിൽ നിന്നുള്ള വ്യൂ ആണിത്. പൂൾ വ്യൂ. ടേബിൾ ഉണ്ട്.
ജസ്റ്റ് കോഫി ടീ കുടിക്കാനുള്ള മഗ്ഗൊക്കെ റെഡിയാണ്. ഇവിടെ ഡ്രോവർ, ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. ഒന്നുമില്ല. ഓക്കെ. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു സോഫ, കോഫി ടേബിൾ സെറ്റപ്പൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് വേറൊരു ബാൽക്കണി ഉണ്ട്. തരൂ തരുമാ തരൂ. മീമി എവിടെയാ? മീമി മീമി. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ ഒരു കബോർഡൊക്കെ ഉണ്ട്. ഈ റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതൊന്നുമല്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മുടെ ഫസ്റ്റ് ജാക്കുസി എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ചെയ്തില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. അതെ. ഇപ്പം ഇവിടെ അവർ ഒരു ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു ഷവർ സെക്ഷൻ ഉണ്ട്. താഴെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിലെ കൂടെ ഒക്കെ ഓടി നടക്കുന്നുണ്ട്. ജസ്റ്റ് നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഹായ് ഹായ് ബേബി. ഇപ്പൊ സമയം 4:30 അപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു 3:30 തൊട്ട് 5 മണി വരെ ഹൈ ടീ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 200 മീറ്റർ മാറിയിട്ടാണ് അത് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ വഴി കാണിച്ചു തരാം. ഇങ്ങനെയുണ്ട് വഴിയൊക്കെ, നല്ല രസമുണ്ട്. ഇതുപോലെയുള്ള വഴികൾ കാണുമ്പോൾ അതെ 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 നല്ല രസമുണ്ട്. ഈ വഴികളൊക്കെ ഫുൾ കാടിൻ്റെ ഇടയ്ക്കൂടെയുള്ളൊരു ചെറിയൊരു പാത്താണ്. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. അതെ. ഇതാണ് തരു. ഇങ്ങനെ ഞാൻ ഊതി കാണിക്കാം. പുതിയ അവരെങ്ങനെയാ വിസിലടിക്കുന്നത്? എങ്ങനെയാ? അങ്ങനെ ചെയ്താൽ മതി. അയ്യോ ആടാ കയറാനെ കൊച്ചിനെ എടുത്തോണ്ട്. അയ്യോ പണ്ട് ഞാൻ എല്ലായിടത്തോടും വലിയ കയറിക്കൊണ്ടിരുന്ന. പണ്ട് എന്ന് പറഞ്ഞാൽ ഡെലിവറിക്ക് മുമ്പ്, നോട്ട് അങ്ങ് പണ്ട്. ഇതെനിക്ക് പറ്റുന്നില്ല. ഓ മമ്മി പ്ലീസ്. മാറില്ല എൻ്റെ ഇരിക്കുന്ന. നോക്കിയേ ഇനി അതൊന്ന് നടന്ന് നടന്ന് എൻ്റെ ആക്ച്വലി നമ്മളിതാ ഇറങ്ങിപ്പോയ വഴി അതാണ്. അത് നല്ല സ്റ്റീപ്പാണ്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ കയറി വന്നാണ്. അവിടെ റിസപ്ഷനിലിരിക്കുന്ന ആൾ ഹൈ ടീ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കേട്ടത് ഹൈക്ക് എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് ഹൈക്ക് തന്നെയായി. ഏകദേശം 30+ ഹൈക്ക്. ചീവീട് അറിയുന്ന കേട്ടോ. ചീവീടിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഫുള്ളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞു തരൂ, ഇങ്ങോട്ട് നോക്കോ ബേബി. ബേബി ടാറ്റാ ടാറ്റാ. ചായ കുടിക്കാനായിട്ട്, കോംപ്ലിമെന്ററി ചായ കുടിക്കാനായിട്ട് പോകുന്ന പോക്കാണ്.
കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒത്തും അറിയത്തില്ല. കുറേ നേരം കയറ്റുമായിരുന്നു, ഇന്നിപ്പോൾ കുറച്ച് നിരപ്പായിട്ടുള്ള വഴിയാണ്. നടന്നേ മടുത്തു. പിന്നെ ചൂടൊന്നുമില്ല, നല്ല ഒരു കൂളിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അയ്യോ, അങ്ങനെ വളരെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ചായ കുടിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ഇവരുടെ തന്നെ എലിക്സിർ വുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. എലിക്സിർ വുഡ്സിൻ്റെ റിസോർട്ട് അപ്പുറത്തുണ്ട്, ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടിരുന്നു. അവരുടെ റെസ്റ്റോറൻ്റാണിത്. അവർ 200 മീറ്റർ എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ വണ്ടി എടുത്ത് പൊക്കോളും, നടക്കാനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ആക്ച്വലി നടക്കാനുള്ളതേ ഉള്ളൂ പണ്ടാണെങ്കിൽ. 30+. ഞങ്ങൾ ഇപ്പോൾ വേറൊരു ഗ്രൂപ്പിനെയും കൂടി ഇപ്പോൾ കണ്ടേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് വന്നതാണ്. ரொம்ப ദൂരം താണ്ടിയിട്ട് എരുക്ക് എന്നൊക്കെ പറഞ്ഞ് പോയി. എന്തൊക്കെയുള്ള പഴംപൊരി ഉണ്ട്, പക്കോടയുണ്ട്, കപ്പ് കേക്ക് ഉണ്ട്, വേറെ എന്തൊക്കെയോ കേക്ക് ഉണ്ട്, പിന്നെ ചായ കാപ്പി അല്ലേ? ഐഷ് കാപ്പി പറഞ്ഞു, ഞാൻ ചായ പറഞ്ഞു. നമ്മൾ ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചിട്ട് തിരിച്ച് പോവുകയാണ്, റൂമിലേക്ക് പോവാണ്. താരൂരാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അവൾ രാവിലെ ഒരു ഉറക്കം, ഉച്ച കഴിഞ്ഞ ഒരു ഉറക്കം പതിവുള്ളതാണ്. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ല ഇതുവരെ. രാവിലത്തെ ഉറക്കമാണെങ്കിലും വണ്ടിയിലിരുന്നായതുകൊണ്ട് അങ്ങ് അധികം ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇത്തിരി ടയർഡാണ് ആൾ. പിന്നെ റൂമിൽ കൊണ്ടുപോയിട്ടൊന്ന് ഉറക്കാം എന്നുള്ള രീതിയാണ്. നമ്മളിതാ ഇപ്പോൾ പൂളിൽ അങ്ങോട്ട് പോവാണ് കേട്ടോ. നോക്കാം. എന്തെന്നാ കയ്യിൽ, എന്താ കയ്യിൽ? നമ്മുടെ ഡിന്നറാണ്, ബുഫയാണ്. നമ്മൾ എന്താ ഹരാഭര കബാബ്, പിന്നെ കുറച്ച് സാലഡ്സ്, പാസ്ത, പിന്നെ ഗീ റൈസ്, സാലഡൊക്കെ എടുത്തു. ഇതെന്താ കറി? ഇപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാ ക്യാമ്പ് ഫയർ നടന്ന സ്ഥലത്തേക്ക്. ഇവിടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ താരം ആ സമയത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല. നമ്മൾ റൂമിൽ ഇരുന്ന് ജസ്റ്റ് കണ്ടു, അത്രേ ഉണ്ടായുള്ളൂ. എന്തായാലും തീ ഇടുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് വന്നതാണ് ഇങ്ങോട്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാം. വെറുതെ നമ്മുടെ കയ്യിൽ താരമുള്ള തൊപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അധിക സമയം നിന്ന് തണുപ്പ് കൊള്ളിക്കുന്നില്ല. ഗുഡ് മോർണിംഗ് ദാരുമാ. Good morning. അയ്യോ, ഹായ് കുഞ്ഞു തരൂ, കുഞ്ഞു തരൂ. I love you. Good morning. ഗുഡ് മോർണിംഗ് പറയൂ കുഞ്ഞി. ആ, അവളുടെ ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ അത്. രാഷ്ട്രീയക്കാരും സിനിമക്കാരൊക്കെ ആരാധകര് ശാന്തരാകുൻ എന്ന് പറയുന്ന മാതിരിയാണ്.
താരുവിന്റെ ഗുഡ് മോർണിംഗ്. കാക്ക. അവള് ഏറ്റവും കൂടുതൽ പറയുന്ന വേർഡാണ് കേട്ടോ കക്ക. അപ്പോ ഞങ്ങൾ രാവിലെ എണീറ്റു. അതെ, ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ ഇതിലെ കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് നടക്കണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. ഇതൊക്കെ എന്തെന്നാ ഇടൊക്കെ ഉണ്ടെണ്ണ? വെറുതെ വേണ്ട, പിടിച്ചങ്ങ് ഇറക്കിയാണ്. ഹലോ, ഇവിടെ ഒരാള് വാശി പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണല്ലേ. എന്താ സംഭവം എന്നറിയോ? വരുന്ന വഴിക്ക് അവിടെ പിള്ളേരുടെ സ്ലൈഡ് ഉണ്ടായിരുന്നു, അതിൽ വെറുതെ ഒന്ന് കയറ്റിയിരുത്തി നോക്കി. ഒന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കണ്ടിന്യൂസ്ലി വേണം. അതിന്റെ ഭാഗമായിട്ടുള്ള കരച്ചിലാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അവളെ കൊണ്ട് പറ്റുന്ന എല്ലാ ഭാഷകളിലും അവൾ സംസാരിക്കുന്നുണ്ട്. എന്നെ സ്ലൈഡിൽ കയറ്റും, എന്നെ സ്ലൈഡിൽ കയറ്റും. ഇതാണ് സംഭവം. നമ്മ താഴെ വരുന്ന പോയി നോക്കാം. ഒരു നേച്ചർ വാക്ക് പറഞ്ഞിട്ടുണ്ട്. നേച്ചർ വാക്ക്, പിന്നെ അവിടെ എന്തോ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ ഉണ്ട്, പിന്നെ എന്തോ കേവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് ശരി കാടാണ് കേട്ടോ. ഈ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല. അപ്പം നല്ല ഫുൾ ടൈം കിളികളുടെ ശബ്ദങ്ങളും പിന്നെ ഫുൾ ടൈം ചീവീടിന്റെ ശബ്ദമൊക്കെയാണ്. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ എനിക്കൊരു പ്രത്യേകത തോന്നിയത് നൈറ്റ് ആയപ്പോഴേ, നമ്മള് സാധാരണ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മൂണിനെ കാണുന്നത് ഒരു മഞ്ഞ ലൈറ്റ് ആയിട്ടല്ലേ അല്ലേ? പക്ഷെ ഇവിടെ വരുമ്പോ കാണുന്നുണ്ട് നമ്മള് ട്യൂബ് ലൈറ്റ് ഇട്ട പോലെ ഒരു വൈറ്റ് കളറില്. ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്, ട്യൂബ് ലൈറ്റ് ഇട്ട പോലെ. ഇതിലേക്കൂടി കുഞ്ഞു നടക്കുന്നത് നമ്മള്. ഇതാണ് കേവ്. വീഡിയോയിൽ എൻ്റെ ഭീകരത മനസ്സിലാവില്ല. ഹലോ, ഹായ് ഹായ് ഹായ്. നമ്മൾ ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് വന്നാണ്. വാട്ടർഫോൾസ് ബാക്കിലാണ് കേട്ടോ. ഇവിടെ വെള്ളം കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നിന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴുകി പോകുന്ന കറക്റ്റ് വഴിയുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. മഴക്കാലത്ത് ഡേഞ്ചറാണ്, ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ തന്നെ പറ്റും തോന്നുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ റിസോർട്ടിൽ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. താഴെ നല്ല ഉറക്കമാണ്. ഐഷു ഒരു ചെറിയ സ്പാക്ക് എടുത്തിട്ട് വരുന്ന വഴിയാണ്. ഞാൻ എടുത്തായിരുന്നു. ഞാൻ പോയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഐഷു പോകുമ്പോൾ വീഡിയോ എന്തെങ്കിലും എടുക്കണം, ആ ഏരിയയിലത്തെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ളതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ രാവിലെ കുറച്ച് റഷ് ചെയ്ത് പോയത് കാരണം അതും പറ്റിയില്ല. കുഴപ്പമില്ല, നല്ല സ്പൈ ആയിരുന്നു. രണ്ടുപേരുടെയും നല്ല സ്പൈ ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താര് ഉറക്കാണ്. ഇപ്പം അവളെ അതെ ആക്കി പെട്ടിയൊക്കെ കൊണ്ടുവച്ചു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ചെറുതായിട്ട് ഒരു വട്ടവട വരെ ചിലപ്പോൾ പോയില്ലെങ്കിലും ആ റൂട്ടിലേക്കൊന്ന് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ഒരു പ്ലാൻ ഇടുന്നുണ്ട്. എങ്ങനെയാണ് ട്രാഫിക്കൊക്കെ നോക്കിയിട്ട്. പ്രത്യേകിച്ചൊരു സെറ്റ് പ്ലാനൊന്നുമല്ല, ജസ്റ്റ്
തിരക്കാണെങ്കിൽ ചിലപ്പോൾ ഡീടൂർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ കാഴ്ചകളും കാണിക്കാം. അപ്പോൾ ശരി, അപ്പൊ കാണാം. പോവാം നമുക്ക്. പോവാം. പോവാം. അയ്യോ കുഞ്ഞിക്കവായോ. നമ്മൾ ഇന്ന് പോവാണേ. വീടിന് ടാറ്റ പറഞ്ഞിട്ട് പോവാട്ടോ.